ആര്യൻ നൂറയോട് ഒരു വൃത്തികേട് കാണിച്ചു എന്നുള്ള ന്യൂസ് ഇപ്പോൾ ഹൗസിനുള്ളിൽ പരക്കുന്നുണ്ട്. പൊടിപൂരം എന്ന ടാസ്കിലായിരുന്നു ആര്യൻ നൂറയോട് വൃത്തികേട് കാണിച്ചിരിക്കുന്നത്. ഈ കാര്യം ഇന്നായിരുന്നു ആദിലയോട് നൂറ പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ പറയാതിരുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ആദില നൂറയോട് ദേഷ്യം പിടിക്കുകയായിരുന്നു. നീ എന്തുകൊണ്ടാണ് ആ സമയം ഇതിനെക്കുറിച്ച് പറയാഞ്ഞതും റിയാക്ട് ചെയ്യാഞ്ഞതും എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയും ചെയ്തു. നീ റിയാക്ട് ചെയ്ത രീതി ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂറയോട് കയർത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നൂറ പറഞ്ഞു, അതിനുശേഷം ഞാൻ അവനെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു മാറ്റർ നടന്നതുപോലും ഞാൻ മറന്നുപോയതാണ്. അനുമോളോട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടി ഇവർ 3 പേരും ഗാർഡൻ ഏരിയയിൽ പോയി ഒരു കുടക്കീഴിൽ നിൽക്കുകയായിരുന്നു. വളരെ പതുക്കെയായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് പുറത്തോട്ടേക്കൊന്നും പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വളരെ പതുക്കെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ക്യാമറ ഫോക്കസ് മുഴുവനും അവരുടെ മേൽ മാത്രമായിരുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുമോളുടെ മുഖം കണ്ട് നൂറ ചിരിച്ചുകൊണ്ടായിരുന്നു കാര്യങ്ങൾ സംസാരിച്ചത്. ഇത് കണ്ടപ്പോൾ ആദിലയ്ക്ക് കൂടുതൽ ദേഷ്യമാണ് വന്നിരുന്നത്. ആ സമയം ആദില ചോദിച്ചു, നീ അപ്പോൾ അതെല്ലാം നന്നായി എൻജോയ് ചെയ്തിട്ടാണല്ലേ? അതുകൊണ്ടാണല്ലോ നിനക്ക് ഇത്രയ്ക്കും സീരിയസ് മാറ്റർ വരുമ്പോൾ ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നൂറയോട് ദേഷ്യം പിടിച്ചു പോവുകയായിരുന്നു. നീ എൻജോയ് ചെയ്തോ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ നൂറയ്ക്കും ദേഷ്യം വന്നു. ആ സമയം നൂറ പറഞ്ഞു, എനിക്ക് അനുമോളുടെ മുഖം കാണുമ്പോൾ ചിരി വരുന്നത് കൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ അതൊന്നും എൻജോയ് ചെയ്തിട്ടുമല്ല. എന്തൊക്കെ വർത്തമാനമാണ് ബേബി നീ ഈ പറയുന്നത്? നീ ഇതൊക്കെയാണോ പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നുള്ള തരത്തിലായിരുന്നു നൂറ സംസാരിച്ചത്. ആദില അവിടെ നിന്ന് ബാത്റൂമിലേക്ക് പോയപ്പോൾ അനുമോളും നൂറയും മാത്രമായിരുന്നു ഗാർഡൻ ഏരിയയിൽ ഉണ്ടായിരുന്നത്. ആ സമയം നൂറ അനുമോളോട് നടന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. പൊടിപൂരം എന്ന ടാസ്കിൽ നൂറ കൈകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ നൂറയുടെ വസ്ത്രം നീങ്ങി നന്നായി വയറ് കാണുന്നുണ്ടായിരുന്നു. ആ സമയം ആര്യൻ നൂറയുടെ വയറിലേക്ക് മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ ശ്രദ്ധ ആര്യൻ്റെ മുഖത്തേക്ക് എത്തിയപ്പോൾ അവൻ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കി. അത് ഒരുമാതിരി ഉമ്മ വെക്കുന്ന പോലെയായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആര്യൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, എന്ത് വൃത്തികേടാണ് നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആര്യൻ സോറി 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 എന്ന് പറഞ്ഞു. ഞാനും പിന്നെ ടാസ്കിലായതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യുകയായിരുന്നു. അങ്ങനെ ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വളരെ ക്ഷീണിതരായിരുന്നു. പിന്നെ കിച്ചണിലെ ഫൈറ്റും കൂടിയായപ്പോൾ നൂറ ഈ കാര്യം ആദിലയോട് പറയുവാൻ മറന്നുപോയി. ഇന്ന് ആര്യൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഡബിൾ മീനിങ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയമായിരുന്നു നൂറയ്ക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നത്. ഉടൻ തന്നെ നൂറ ആദിലയുടെ അടുത്ത് പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ തന്നെ നൂറ ആദിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇത് പറഞ്ഞ് ഒരു ഇഷ്യൂ ആക്കണ്ട. എനിക്ക് ഇത് ഇവിടെ വലിച്ചിട്ട് ഒരു ഇഷ്യൂ ആക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നായിരുന്നു ആദിലയോട് നൂറ പറഞ്ഞിരുന്നത്. ഇത് കേട്ടപ്പോൾ ആദിലയ്ക്ക് കൂടുതൽ ദേഷ്യമാണ് വന്നിരിക്കുന്നത്. നീ ഈ സീരിയസ് മാറ്റർ ലാലേട്ടനോട് പോലും ഷെയർ ചെയ്യേണ്ട എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും വലിയ ഒരു ഇഷ്യൂ ഇത്രയ്ക്കും നിസ്സാരമായിട്ടാണോ ഡീലാക്കാൻ നീ പഠിച്ചിട്ടുള്ളത്? എനിക്ക് നിന്റെ ഈ നിലപാട് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു ആദില പറഞ്ഞത്. ആദില ഇത് കുറച്ച് സൗണ്ട് ഇട്ടിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നൂറ പറഞ്ഞു, നീ ഇത് സംസാരിച്ച് പബ്ലിക്കിലേക്ക് വേറെ ഒരു ഇമേജ് നൽകല്ലേ എന്ന്. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദില മാറി ഇരിക്കുകയായിരുന്നു. അനുമോൾ പറഞ്ഞു, ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് ആദിലയുടെ കൂടെ പോയി നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ നൂറ പോയി സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ നൂറ ആദിലയോട് പറഞ്ഞു, നീ കൂടെയുള്ള പാർട്ട്ണറിനെ ആദ്യമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന്. നീ ഈ മാറ്റർ വളരെ വേസ്റ്റ് ആക്കല്ലേ ആദില. ഇത് കേട്ടപാട് ആദില പറഞ്ഞു, ഐ ആം യുവർ പാർട്ട്ണർ, ഐ ഹാവ് ഓൾ ദ റൈറ്റ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആദില കുറച്ച് പൊസസീവായിട്ടുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ നൂറയെ ആര്യൻ ഫ്ലേർട്ട് ചെയ്തത് ആദിലക്ക് ഒട്ടും സഹിക്കാനായില്ല. എന്തായാലും ഈ ഇഷ്യൂ ലാലേട്ടൻ വരുമ്പോൾ പറയണമെന്നായിരുന്നു ആദില പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഹൗസിൽ ഇതിനെ തുടർന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ഇപ്പോൾ രണ്ടുപേരും 2 തലത്തിലിരുന്ന് പരസ്പരം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.